ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, എയർ ലെയറിംഗ് തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വ്യത്യസ്തമായ ഒരു കുക്കിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു കുട്ടനാടൻ സ്പെഷ്യൽ താറാവ് കറിയാണ്. അതിനായി ഒരു താറാവിനെ മുഴുവനായും കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊരു പാത്രത്തിലെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി വെള്ളം ചേർക്കാതെ അരമണിക്കൂർ പാത്രം അടച്ചുവെച്ച് നമുക്കിത് വേവിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ എടുക്കുന്ന താറാവിൻ്റെ പ്രായമനുസരിച്ച് വേവിക്കേണ്ട സമയത്തിൽ വ്യത്യാസം വരും. ഒരുപാട് മൂപ്പെത്തിയ താറാവിൻ്റെ മാംസം വെന്ത് കിട്ടാൻ പ്രഷർ കുക്കർ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇറച്ചി വേകാനെടുക്കുന്ന സമയത്ത് നമുക്ക് 3 ഇടത്തരം സവാള എടുത്ത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി എന്നിവ കൂടി ചതച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം 1 പച്ചമുളക് കൂടി നമുക്ക് അരിഞ്ഞെടുക്കണം. തുടർന്ന് ഒരു പാത്രത്തിൽ അല്പം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യമെങ്കിൽ 1-2 തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത്രമാത്രം തന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി എന്നിവ കൂടി നമുക്കെടുത്ത് സവാളയുടെ ഒപ്പം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ ഒപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് അല്പം വെള്ളം കൂടി ചേർത്ത് ഏകദേശം അരമണിക്കൂർ കൂടി ലോ ഫ്ലെയിമിൽ വേവിക്കണം. നിങ്ങൾ കൂടുതൽ ഗ്രേവി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ 1 തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് നമുക്ക് ഗ്രേവി വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി റെഡിയായി. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം.